നീ എവിടെ നീ നിന്നെ എത്ര സമയം കൊണ്ട് അന്വേഷിച്ചു കിടക്കുന്നു? എടാ നിന്നെ ഞാൻ കുറെ നേരം കാത്തിരുന്ന അവിടെ വിഷം നോക്കിയാലേ അതുകൊണ്ട് പിന്നെ വിചാരിച്ചൊരു പഴം കഴിക്കാം. നീ പഴം മേടിക്കൊണ്ടുകൂടെ നിന്നോ? ഒരു കാര്യം പറഞ്ഞാൽ ഒരു ഉത്തരവാദിത്തം വേണം കേട്ടോടെ. എടാ നീ സാധനം കൊണ്ടുവന്നിട്ടുണ്ടാ? സാധനമൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലെങ്കിലും എനിക്കൊന്ന് രക്ഷപ്പെടാം. ഒരുപാട് ദൂരം പോകണോ അയാളെ വീട്ടിൽ പോകണമെങ്കിൽ? കുറച്ച് ദൂരം പയ്യായി അടുത്ത് ചെയ്യണം. പോവാം നമുക്ക് പിന്നെ. പൈസ കൊടുക്കില്ലേ നീ? ഈ നമ്മളെ സ്വന്തം ബേക്കറി ഭഗവതി ബേക്കറി ഇവിടുന്ന് എന്തെടുത്താലും ഒരു പൈസയും കൊടുക്കണ്ട. പൈസ എല്ലാം റെഡി ആയിരുന്നില്ലേ? പൈസ എല്ലാം റെഡി ആയിട്ടുണ്ട്. നീ അവിടെ പോയി ഒരു അക്ഷരം മിണ്ടരുത്. ഞാൻ പറഞ്ഞ എല്ലാത്തിനും ആശാന്റെ അടുത്ത് തല ആട്ടിക്കോണം. ഓക്കെ. നീ ചോദിച്ച സംഭവം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എന്റെ ആശ അങ്ങനെ സൂപ്പർ തന്നെ. പിന്നെ എന്റെ ആശാണോ സൂപ്പറാ. ഈ ലോകത്ത് ഇന്ന് വരെ ഒരു മനുഷ്യൻ ചെയ്യാത്ത കാര്യമാണ് എന്റെ ആശാൻ ചെയ്ത്. കൊതുവിന് വരെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തു. ഈ നാട്ടിൽ ആരെയും നടത്തിയിട്ടുണ്ട്. എല്ലാവരും കൊതുവിനെ കൊല്ലാൻ വേണ്ടി നടക്കാൻ. അതാണ് എന്റെ ആശാൻ. എങ്ങനെയെങ്കിലും നമ്മളെ ഈ മുട്ട കോഴിമുട്ട വിരിയണോടെ. ഞാനാണെങ്കിൽ കൊണ്ട് കോഴിമുട്ട അടവയ്ക്കും, അതാണെങ്കിൽ എന്നും ചീമുട്ടായിട്ട് പോകുന്നത്. എനിക്കെതിരെ ആരോ നല്ല രീതിയിൽ കൂടോത്രം ചെയ്യണമെന്ന് എനിക്ക് തോന്നണം. ഇതിനൊരു പ്രതിവിധി എങ്ങനെയെങ്കിലും കാണണം. വേറെ മുട്ട വല്ലതും വേണ്ടി വരൂ? എന്റെ ഉണ്ടായിരുന്ന അവസാനത്തെ മുട്ടയുണ്ട് ഇത്. ഇത് വിരിഞ്ഞിട്ട് വേണം ഇനി കുറെ കോഴികളെ ഉണ്ടാക്കാൻ. നീ അതിപ്പോ അതൊന്ന് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. ഈ മുട്ട ഉണ്ടല്ല ചറപറ പെറും. നീ നോക്കിയ നീ വാ. എന്റെ ആശ എന്ന് പറഞ്ഞാൽ നിനക്ക് അറിഞ്ഞൂല ആളെ. അയ്യോ ആശ്വാസമായി. അമ്മോ ആര് കണ്ടുപിടിച്ചോണ്ട. ഇതാണ് വീട് കേട്ടാ. ആശാൻ എന്തൊരു അങ്ങനെയൊന്നുമില്ല. ആള് നല്ല ഉഷാറടാ. വാ ചേച്ചി ആടിക്ക് ഓടിച്ച് ഇരുത്തിക്കണാന്തായാലും ഞാൻ നോക്കട്ടെ. ആശാനെ എന്തടാ ആശാനെ നിങ്ങൾ അന്വേഷിച്ച് ഞാൻ രാവിലെ ഇവിടെ വന്നപ്പോ വീടൊക്കെ അടച്ചിട്ടിരിക്കുന്നു. പിന്നെ കുറെ നേരം ഇവിടെ കിടന്ന് കൂവി എവിടെ കാക്കാൻ. ഞാൻ പിന്നെ തിരിച്ചു പക്ഷെ ഫാനൊക്കെ കിടന്ന് പോളായിരുന്നു. അണ്ണാ നിങ്ങൾ ഈ കൊച്ചു പിള്ളേരെ പോലെ ആവിയും പിടിച്ച് നിങ്ങൾ പയറ് പോലെ നടന്നില്ല. നിങ്ങൾക്ക് എന്ത് പറ്റിയത്? ഡേയ് നമ്മളെ വീഡിയോ നീ കയറി എന്റെ ആശ എന്ന് പറഞ്ഞ ഒപ്പോ. ഏയ് രാവിലെ പുട്ട കഴിച്ച ഈ തള്ളി മറിക്കുന്ന നിങ്ങൾ ഇന്നലെ എവിടെയാണ് പോയത്? ഡേയ് ഞാൻ ഒരിടവും പോയില്ലടാ. പിന്നെ ഇന്നലെ ഭാര്യയും മോളും കൂടി അവരെ വീട്ടിൽ പോയി. ഓഹോ. അപ്പൊ ഞാൻ എന്ത് ചെയ്യാന്നറിയാമോ? മനസമാധാനമായിട്ടൊന്ന് കിടന്ന് ഉറങ്ങി. നേരം വെളുപ്പ് അറിഞ്ഞില്ല. മണി 10 എനിക്കാണെങ്കിൽ ശ്വാസം മുട്ടും കൊണ്ട് സഹിക്കാൻ വയ്യ. രാത്രി ആവി പിടിക്കാന്ന് വിചാരിച്ചു. എന്തെണ്ടേ നിനക്ക് വലിയ അത്യാവശ്യം? ഈ രാത്രിയും പകലും ഒക്കെ എന്നെ നോക്കി നടക്കും. നിങ്ങൾ എണീറ്റ് വരി. ഒരു കാര്യം, ചെറിയൊരു കാര്യം പറയാനേ. അണ്ണാ നിങ്ങൾ ഇന്നാളെ എൻ്റെ അടുത്ത് പറഞ്ഞില്ലേ ജോലിയൊന്നുമില്ല, കയ്യിൽ 5 പൈസ ഇല്ലെന്ന്. എന്തൊരു ഉടായ്പ ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെന്ന് എൻ്റെ അടുത്ത് നിങ്ങൾ പറഞ്ഞ. അതുകൊണ്ട് സംഭവം ഉണ്ടല്ല, അവന്റെ വീട്ടിലാണെങ്കിൽ നിറയെ കോഴിയുണ്ട്. എത്ര ആട വെച്ചാലും ഇതൊന്നും നല്ല വിരിഞ്ഞ് പറഞ്ഞില്ല. അപ്പൊ അവന്റെ ആണെങ്കിൽ പൈസ ഉണ്ട്. അവൻ എൻ്റെ അടുത്തൊന്ന് പറഞ്ഞു ഈ മുട്ട കൊടുത്ത് എവിടെയും കൊടുത്ത് ജപിച്ചാ കോഴി കുഞ്ചു വരിക. ഞാൻ പറഞ്ഞു പിന്നെ അങ്ങനെ സൂപ്പർ ഫലമുണ്ട്. ഓല അണ്ണ ഇന്നാളെ പറഞ്ഞത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്ന്. നിങ്ങളൊന്നും ചെയ്യണ്ട, ചുമ്മാ ഇതിങ്ങനെ രണ്ടു കാട്ടി കാണിയാ അവന് ചില പൈസ. ഞാൻ ഇതിന് പൈസയുണ്ട്, അവൻ കോഴി ഫാമൊക്കെ നടത്തുന്നതാണ്. ഈ കാലത്ത് അന്ധവിശ്വാസമൊക്കെ ഉണ്ടാടാ ഇങ്ങനെ. പിന്നെ അണ്ണ ഈ ടെക്നോളജിയൊക്കെ വളർന്നെങ്കിലും ഈ അന്ധവിശ്വാസം മനുഷ്യന് വേണ്ടി ഇതുവരെ പോയിട്ടില്ല അണ്ണ. അതുകൊണ്ട് നമുക്ക് എന്ത് ഉടായ്പാണ് ചെയ്യാൻ നിങ്ങൾ കൂടെ ഒന്ന് കണ്ണടച്ചാൽ മതി. ആയിക്കാരൊക്കെ ഞാൻ ഈ നാട്ടില് എനിക്കൊരു വിലയും നിലയും ഉണ്ട്. പക്ഷെ അത് വിട്ടുള്ള ഒരു കളിക്ക് ഞാൻ അന്ന് നിന്റെ അടുത്ത് എന്റെ കഷ്ടകാലത്തിന് ഞാൻ പറഞ്ഞു പോയി. ഉടായ്പെന്ന് പറയുമ്പോൾ ഞാൻ ഇതൊന്നും അല്ല ഉദ്ദേശിച്ചത്, വേറെ എന്തെങ്കിലും കാര്യമായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. ഈ ആവശ്യമില്ലാത്ത പണിക്കൊന്നും ഞാൻ ഇല്ല. നീ അവനെ വിളിച്ചോണ്ട് പോണെങ്കിൽ നിന്റെ ജോലി നോക്കി. എന്നാ നിങ്ങൾ സമാധാനപ്പെടി. ഇത് ആദ്യമായിട്ടാണ് നിങ്ങൾക്ക് ഇത് തോന്നണത്. ചെറിയൊരു പരിപാടി ഞാൻ പറഞ്ഞു കേട്ടോ. ഈ മുട്ടയിൽ ചുമ്മാ നിങ്ങളിങ്ങനെ ആച്ചറ പൂച്ചറയെന്ന് മാത്രം പറഞ്ഞാൽ മതി. ബാക്കി അവനെ ഞാൻ പറ്റിക്കുന്നതായിരിക്കും ഞാൻ വിചാരിച്ചു. നിനക്ക് മലയാളം പറഞ്ഞാൽ മനസ്സിലാവില്ലടാ. ഇതൊക്കെ ദൈവത്തിന് നിരക്കാത്ത കാര്യങ്ങളാണ്. നീ ഒരു കാര്യം ചെയ്, അവനെ വിളിച്ച് ഈ മുട്ട കൊണ്ടുവന്ന് ആംബിളേറ്റ് അടിച്ച് രണ്ടുപേരും കൂടി കഴിപ്പോ. അപ്പൊ അവന്റെ പ്രശ്നങ്ങളെല്ലാം മാറും. നീ പോണേ പോയുണ്ട്. ഒരേ ഒരു കാര്യം, നിങ്ങൾ അവിടെ ചെന്നിട്ട് ശരി എനിക്ക് പ്ലീസ് ഞാൻ കൊണ്ടുവന്നത് ഇനി ഞാൻ ആവർത്തിക്കയില്ല ഒരു കാരണത്തിലും. പ്ലീസ് നിങ്ങൾ അവിടെ പോയിട്ട് പറയണം ശരി പിള്ളേന്ന് മാത്രം പറഞ്ഞാൽ ഇതൊന്നും ശരിയാവില്ല. ശരി പിള്ളേ. ഞാൻ എല്ലാം പറഞ്ഞ് ശരിയാക്കിയിട്ടുണ്ട്. പോവാം. ശരി ശരി ആശാന, എന്നാ വലിയ പോരാ.
നീ തന്നെ വിളിച്ചോണ്ട് എവിടെ പോണത്? ഇടേ ആശാൻ പറഞ്ഞത് അവിടെ വെച്ചൊന്നും തരാൻ പാടില്ല. ഒന്നാമത് ആശാന്റെ വീടിന്റെ ചുറ്റുപാടുള്ള എല്ലാവരും ആശാൻ അസൂയുള്ളവരാ. അവിടെ ആശാൻ പറഞ്ഞ ഇയാളെ കൊണ്ടുവന്നിട്ട് സൂര്യഭഗവാനെ നോക്കിയിട്ട് എനിക്ക് തരാനാണ് പറഞ്ഞു. ഒരു മന്ത്രം കൊണ്ടുവന്നു. ഇപ്പൊ ശരിയായി. എന്റെ സൂര്യഭഗവാനെ, ഡേ ഇത് ഐശ്വര്യമായിട്ട് കൊണ്ടുപോ. നീ ഇതോടെ നിന്റെ കോഴി അറിയാം. പറഞ്ഞതിൽ കൂടുതൽ പൈസ വെച്ചിട്ടുണ്ട്. ശരിയടേ, കാണാൻ. പോട്ടായി. അയ്യോ, ഞാൻ ഇന്ന് പൊളിച്ചെടുക്കും.